കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില ആവർത്തനങ്ങൾക്കാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ത്യം കുറിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇടവിട്ടുള്ള സംസ്ഥാന ഭരണം എന്ന സംഗതി. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ LDFും UDFും 5 വർഷം വീതം കൂടുമ്പോൾ സംസ്ഥാനത്തെ ഭരണമേൽക്കുകയും 5 വർഷം ഭരിച്ച് അടുത്ത 5 വർഷം എതിരാളിക്ക് ഭരണം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു ആവർത്തനം സംസ്ഥാന രൂപീകരണം മുതൽ ഇങ്ങോട്ട് തുടർന്നു വരികയായിരുന്നു. എന്നാൽ ആ ഒരു സംഗതിക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം എത്തിയത്. 2016 അധികാരത്തിലേറിയ CPM നേതൃത്വത്തിലുള്ള LDF അവരുടെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ, അതായത് 2020 ശേഷം കുറച്ചു മാസങ്ങൾ കൊണ്ട് കൈവരിച്ച പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തുണയായത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃത്യമായി പറഞ്ഞാൽ ലോകം മുഴുവൻ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി സമയത്തായിരുന്നു LDF സർക്കാരിൻ്റെ തുടർഭരണത്തിനുള്ള അവസരം ഒരുങ്ങിയത്. പ്രതിപക്ഷമായിരുന്ന UDF സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നെങ്കിലും അതൊന്നും തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെട്ടില്ല. LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ആഴക്കടൽ മത്സ്യബന്ധനം, ലൈഫ് മിഷൻ, സ്പ്രിംഗ്ലർ ഡാറ്റ തുടങ്ങിയ വിവാദങ്ങളും 2020 മുതൽ CPM നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് നിരന്തരം ഭീഷണികൾ ഉയർത്തിയെങ്കിലും കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഉയർന്നുവന്ന പോസിറ്റീവ് അഭിപ്രായങ്ങളിലൂടെ അതിനെയെല്ലാം അതിജീവിച്ച് 2021 വീണ്ടും അധികാരത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ അതൊരു ചരിത്രപരമായ മാറ്റം തന്നെയായിരുന്നു. തുടർന്നു വരുന്ന രീതികളെ പാടെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം. അത്തരത്തിലുള്ള ഒരു മാറ്റം 2021 സംഭവിച്ചത് കൊണ്ടാണ് 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷ മുന്നണിയെ ഭയപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സർക്കാരിനെ മറിച്ചിടാൻ കഴിയുന്ന നിരവധി ആരോപണങ്ങൾ നിലനിന്നിട്ടും 2021 സംസ്ഥാന ഭരണം വീണ്ടും LDFന് തന്നെ ലഭിക്കുകയായിരുന്നല്ലോ. ഈ ഒരു സാഹചര്യം തന്നെ 2026 തുടർന്നാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണികളിൽ അത് മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2006 മുതൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന UDF. ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അത് ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ സ്വാഭാവികമായും ബാധിക്കുമെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു പോകാൻ കഴിയില്ല. അങ്ങനെയൊരു സാഹചര്യം UDF മുന്നണിയെ തകർക്കുമെന്ന് തന്നെ പറയണം. UDFിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിച്ച് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പ് നോക്കി മാത്രമേ മുന്നണിയിൽ തുടരുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. മുന്നണിയെ മുന്നോട്ട് നയിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മാത്രം ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർവ്വശക്തിയും സംഭരിച്ച് അവർ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ചില വിട്ടുവീഴ്ചകൾ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന തിരിച്ചറിവ് ലീഗിനും കോൺഗ്രസിനുമുണ്ട്. ഇരുവരും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ചില മുന്നണി സമവാക്യങ്ങൾ ഇപ്പോൾ രൂപപ്പെടുന്നുമുണ്ട്. അതിലൊരു പ്രധാന സംഗതിയാണ് 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ചില സീറ്റുകൾ പരസ്പരം വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 3 സീറ്റുകൾ കോൺഗ്രസിന് നൽകി പകരം കോൺഗ്രസ് മത്സരിക്കുന്ന 3 സീറ്റുകൾ ലീഗ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ മുന്നണിയിൽ പുരോഗമിക്കുന്നത്. ചർച്ചകൾ ഫലം കണ്ടാൽ മലബാർ മേഖലയിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഉറപ്പായും വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നു തന്നെയാണ് കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDFിൻ്റെ പ്രതീക്ഷ. ഇതിലാദ്യമായി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന 2 സീറ്റുകളാണ് തിരുവമ്പാടിയും പട്ടാമ്പിയും. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഉറച്ച മണ്ഡലമായിരുന്ന തിരുവമ്പാടി 2006 മുതൽ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങുകയായിരുന്നു. അതിനിടയിൽ ഒരു തവണ, അതായത് 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ലീഗ് മണ്ഡലത്തിൽ വീണ്ടും അധികാരം പിടിച്ചെങ്കിലും 2016 മുതൽ വീണ്ടും ഇടതുപക്ഷം തന്നെ മണ്ഡലത്തിൽ MLA സ്ഥാനത്ത് എത്തുകയായിരുന്നു. 2016 ജോർജൻ തോമസും 2021 ലിൻഡോ ജോസഫുമാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ വിജയിച്ചത്. നിലവിൽ UDFിൽ മുസ്ലിം ലീഗിനാണ് മണ്ഡലം നൽകിയിരിക്കുന്നത്. എന്നാൽ മണ്ഡലം രൂപീകരിച്ച 1977 മുതൽ 1991 വരെ എടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായി മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചതായി കാണാം. അതായത് ഈ കാലയളവിൽ 4 കോൺഗ്രസ് MLAമാരാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാകുന്നത് മണ്ഡലത്തിൽ ലീഗിനേക്കാൾ കൂടുതലുള്ളത് കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്നവരാണ് എന്നാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് UDF മുന്നണി സംവിധാനത്തിൽ തിരുവമ്പാടി നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്ന ചർച്ച ഉയർന്നു വന്നിരിക്കുന്നത്. പകരം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പട്ടാമ്പി നിയമസഭാ മണ്ഡലം ലീഗിന് വിട്ടുകൊടുക്കാനാണ് നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. കാരണം ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് പട്ടാമ്പി.
സാമുദായിക വോട്ടുകൾ ഏറെ ഉള്ള ഇടം. നിലവിൽ CPI പ്രതിനിധി മുഹമ്മദ് മുക്സിനാണ് മണ്ഡലത്തിലെ MLA. UDFിൽ കോൺഗ്രസിന് പകരം ലീഗ് മത്സരിച്ചാൽ സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണം സാധ്യമാവുകയും ലീഗിന് സുഖമായി മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും തിരുവമ്പാടി നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകുകയും പകരം പട്ടാമ്പി നിയമസഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് ലീഗ് ഏറ്റെടുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. അത്തരത്തിൽ വച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന മറ്റു 2 മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലവും കോഴിക്കോട് ജില്ലയിലെ തന്നെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലവും. CPM നേതാവ് TP രാമകൃഷ്ണൻ കഴിഞ്ഞ 2 തവണയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. UDF സീറ്റ് നൽകിയിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. 1980 മുതൽ ഇന്ന് വരെ CPM പ്രതിനിധികളാണ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതേസമയം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ UDFിൽ സീറ്റ് നൽകിയിരുന്നത് മാണി കോൺഗ്രസിനായിരുന്നു. മാണി കോൺഗ്രസ് LDFിൽ എത്തിയതോടെ UDF സീറ്റ് മുസ്ലിം ലീഗിന് നൽകുകയായിരുന്നു. ഫലത്തിൽ 2021 മുതൽ ലീഗ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ലീഗിന് ഒട്ടുമേ അനുയോജ്യമായ സീറ്റല്ല പേരാമ്പ്രയിലേത് എന്ന അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും മുന്നണിക്ക് തോൽവി സംഭവിക്കരുത് എന്ന് കോൺഗ്രസിനും ലീഗിനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തോൽവി ഉണ്ടാകുന്ന സീറ്റുകൾ ഉണ്ടെങ്കിൽ അനുയോജ്യമായ രീതിയിൽ വച്ചുമാറൽ നടക്കണമെന്നാണ് മുന്നണിയിൽ നിലവിൽ ഉയർന്നിട്ടുള്ള അഭിപ്രായം. പേരാമ്പ്ര മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു ബാലികേറാം മലയാണ്. എന്നാൽ കോൺഗ്രസിന് അത്യാവശ്യ സ്വാധീനമുള്ള ഇടവും. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം 2006 മുതൽ CPM സ്ഥാനാർത്ഥി സ്ഥിരമായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. UDFിൽ കോൺഗ്രസിനാണ് മണ്ഡലത്തിൽ സീറ്റ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം അത്യാവശ്യം ലീഗിനും സ്വാധീനമുള്ള ഇടമാണ്. സ്വാധീനമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വാധീനം മുസ്ലിം ലീഗിനുമുണ്ട് എന്നർത്ഥം. ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുള്ളതുപോലെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം ലീഗിന് നൽകിയാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്ത് തുടർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരം കൂടിയാകുമ്പോൾ ഈ 2 മണ്ഡലങ്ങളിലും ലീഗിനും കോൺഗ്രസിനും വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടപ്പെടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിയുമ്പോൾ ആദ്യം പ്രാധാന്യം നൽകി തന്നെ ഈ മണ്ഡലങ്ങളിലെ മുന്നണി സംവിധാനവും സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലീഗും കോൺഗ്രസും മലബാർ മേഖലയിൽ വച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന മറ്റു 2 മണ്ഡലങ്ങളാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലവും അഴീക്കോട് നിയമസഭാ മണ്ഡലവും. കണ്ണൂർ നിയമസഭാ മണ്ഡലം CPMനെ സംബന്ധിച്ച് അഭിമാന മണ്ഡലമാണ്. മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് CPM പ്രതിനിധി അല്ല എങ്കിലും CPMന് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളിക്ക് CPM അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPM സ്വാധീനത്തിൽ തന്നെയുള്ള ഒരു മണ്ഡലത്തിൽ കടന്നപ്പള്ളി മത്സരിപ്പിക്കുന്നതും CPMന്റെ സകല സംഘടനാ ശക്തിയും പുറത്തെടുത്ത് വിജയിപ്പിച്ച് മന്ത്രിയാക്കുന്നത്. UDF മുന്നണിയിൽ നിന്ന് കണ്ണൂർ നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസാണ്. കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയാണ് കഴിഞ്ഞ 2 തവണയും മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മുസ്ലിം ലീഗിന് അത്യാവശ്യവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണിവിടെ. സാമുദായിക വോട്ടുകൾ മണ്ഡലത്തിൽ കാണാൻ കഴിയും. കാരണം CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നെങ്കിലും അബ്ദുള്ളക്കുട്ടി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴുള്ള ഫലം നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന അഴീക്കോട് നിയമസഭാ മണ്ഡലം ഒരു CPM അനുകൂല മണ്ഡലമാണ്. മണ്ഡലം രൂപീകരിക്കപ്പെട്ട 1977 മുതൽ 2011 വരെ CPM പ്രതിനിധികളെയോ അല്ലെങ്കിൽ CPMുമായി ബന്ധമുള്ള ആൾക്കാരെയോ മാത്രം പിന്തുണച്ച ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് അഴീക്കോട്. എന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ KM ഷാജി മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM ഷാജി വീണ്ടും മണ്ഡലത്തിൽ വിജയിച്ചു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മണ്ഡലം വീണ്ടും അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം കാണിച്ചു തുടങ്ങി. നമുക്കറിയാം, 2011 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ തുച്ഛമായ വോട്ടിനാണ് ഷാജി CPM സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്. സ്വാഭാവികമായും അഴീക്കോട് ഒരു മുസ്ലിം ലീഗ് അനുകൂലമായ മണ്ഡലമല്ല എന്ന് വ്യക്തമാണ്. നിലവിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം കണ്ണൂർ നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിന് നൽകണമെന്ന അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗൗരവകരമായ ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട്. മണ്ഡലം വച്ചുമാറുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ. കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ട്രെൻഡ് എന്താണെന്ന് നിലവിൽ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇടവേളകൾ എടുത്ത് ഭരണം നടത്തുക എന്നുള്ളത് ഇപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതാൻ കഴിയില്ല. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതുമാണ്.
ചെറിയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ പോലും ആ സാധ്യതകളെ വലുതാക്കി മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. പരസ്പരം പാരവയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റം തീർച്ചയായും UDFനെ വിജയത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് ലീഗും കോൺഗ്രസും വിശ്വസിക്കുന്നത്. എന്തായാലും മലബാർ മേഖലയിലെ ഈ 6 മണ്ഡലങ്ങൾ പരസ്പരം വച്ചുമാറുന്നതിലൂടെ ഈ 6ഇടത്തും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. പക്ഷേ കണക്കുകൂട്ടലുകൾ മാത്രമാണ് മുന്നണിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നടത്താൻ കഴിയുന്നത്. ആത്യന്തികമായി ആ തീരുമാനം ശരിയായിരുന്നോ അതല്ല തെറ്റായിരുന്നോ എന്ന് പറയേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. ആ മണ്ഡലങ്ങളിലെ പ്രബുദ്ധരായ വോട്ടർമാർ. ചില നിർണായക സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചരിത്രമാകുന്നത് പോലെ ഈ മണ്ഡലമാറ്റങ്ങളുടെ കാര്യത്തിലും ചരിത്രപരമായ ചില ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാൻ തിരഞ്ഞെടുപ്പ് വരെ എന്തായാലും കാക്കണം.